അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ പോയിന്റ്, 2022 വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? എലൈന റബൈക്കിന. ആരാണ്? എലൈന റബൈക്കിന. ഓക്കെ, ഏത് രാജ്യക്കാരിയാണ് എലൈന റബൈക്കിന? കസാക്കിസ്ഥാൻ ആണ് കേട്ടോ. ഏതാണ്? കസാക്കിസ്ഥാൻ. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് സ്ലാം അവാർഡ്സിന്റെ കോഡ് ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞിരുന്നത് 2022 വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവാണ് അല്ലേ. അപ്പോൾ വിംബിൾഡൺ എന്നൊക്കെ പറയുമ്പോൾ വീമ്പ് പറയുന്ന കാര്യം ആലോചിക്കാം. ഈ വനിതകളൊക്കെ വീമ്പൊക്കെ പറയില്ലേ, പണ്ട് ഞാൻ ഇങ്ങനെ എല്ല് പോലെയായിരുന്നു, അങ്ങനെ എല്ല് പോലെ എലൈന റബൈക്കിന എന്നൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. അത് വീമ്പ് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിംബിൾഡൺ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കസാക്കിസ്ഥാനാണ്. ഏതാണ്? കസാക്കിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല കാശൊക്കെ മുടക്കിയിട്ടാണ് എല്ല് പോലെ ആയേ എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. കസാക്കിസ്ഥാൻ, കാശ്, എലൈന, വീമ്പ്. ഓക്കെ, അപ്പോൾ ഷീ ഈസ് ദി ഫസ്റ്റ് പ്ലെയർ റെപ്രസെന്റിങ് കസാക്കിസ്ഥാൻ ടു വിൻ എ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ടൈറ്റിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഷീ ഈസ് ദി ഫസ്റ്റ് പ്ലെയർ റെപ്രസെന്റിങ് കസാക്കിസ്ഥാൻ ടു വിൻ എ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ടൈറ്റിൽ. ഓക്കെ, അടുത്ത ചോദ്യം, 2020 ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക് സെമി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ തോൽപ്പിച്ചിട്ടുള്ള ടീം ഏതാണ്? ഏത് ടീം നമ്മൾ തോൽപ്പിച്ചേ? ബെൽജിയം ആണ് കേട്ടോ. ഏത് ടീമാണ്? ബെൽജിയം. അപ്പോൾ ഇന്ത്യക്കാരെയൊക്കെ ഇങ്ങനെ മണി അടിച്ചിട്ടാണ് തോൽപ്പിച്ചതെന്ന് ആലോചിക്കുക കേട്ടോ. ബെല്ല് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സ് 2020 പുരുഷന്മാരുടെ 100 മീറ്റർ റേസ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? ടോക്കിയോ ഒളിമ്പിക്സ് 2020 പുരുഷന്മാരുടെ 100 മീറ്റർ റേസ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് മാർസൽ ജേക്കബ്സ് ആണ്. ഓക്കെ, ഇറ്റലിക്കാരനാണ് മാർസൽ ജേക്കബ്സ്. എങ്ങനെ ആലോചിക്കുക? 100 മീറ്റർ റേസ് ഒക്കെയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്തും മാറൂ എന്ന് പറഞ്ഞിട്ടാണ് ഓടിയെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി പുള്ളിക്ക് ഫസ്റ്റ് ആവാൻ പറ്റി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. മാർസൽ ജേക്കബ്സ് ആണ്, ഇറ്റലിക്കാരനാണ് കേട്ടോ. ഏത് രാജ്യമാണ്? ഇറ്റലി. കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം, 2022 യൂത്ത് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ്? ഗുരു നായിഡു സനാപതിയാണ്. ആരാണ്? ഗുരു നായിഡു സനാപതി. ഓക്കെ, അപ്പോൾ സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. 2022 യൂത്ത് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഗുരു നായിഡു സനാപതി. നമ്മുടെ സേതുപതിനെയൊക്കെ ഒന്ന് ആലോചിക്കട്ടോ, കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. സ്വർണം സോന എന്നൊക്കെ പറയുന്ന പോലെ സനാപതി കേട്ടോ. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് വെയ്റ്റ് ലിഫ്റ്റർ ടു വിൻ എ ഗോൾഡ് അറ്റ് ദി IWF യൂത്ത് വേൾഡ് കേട്ടോ. പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 2022 വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ് എലൈന റബൈക്കിന. രാജ്യം ചോദിക്കുകയാണെങ്കിൽ കസാക്കിസ്ഥാൻ. പിന്നെ ഇന്ത്യ പുരുഷ ഹോക്കി ടീമിനെ തോൽപ്പിച്ചിട്ടുള്ള ടീം ഏതാണ്? ബെൽജിയമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ റേസിൽ ജയിച്ച സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് മാർസൽ ജേക്കബ്സ് ആണ്, ഇറ്റലിക്കാരനാണ്. അതേപോലെ തന്നെ 2022 യൂത്ത് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ഗുരു നായിഡു സനാപതി. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ്, ഫിഫ വേൾഡ് കപ്പ് 2026 വെന്യൂ എവിടെയാണ്? ഓക്കെ, 3 രാജ്യങ്ങളിലാണ് ഈ ഫിഫ വേൾഡ് കപ്പിൽ നടക്കുന്നത്. എവിടേക്കാ? മെക്സിക്കോ ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കാനഡയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ടൊരു കോഡ് ഞാൻ പറയാം. നമ്മുടെ മാക്ക് ആലോചിച്ചാൽ മതി കേട്ടോ. മാക്ക് ഇല്ലേ, ആ മാക്ക് ഒന്ന് ഓർത്താൽ മതി. അതിൽ M എന്ന് പറയുന്നത് മെക്സിക്കോ, A എന്ന് പറയുമ്പോൾ അമേരിക്ക ആലോചിക്കുക. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ C എന്ന് പറയുന്നത് കാനഡയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഫിഫ വേൾഡ് കപ്പ് 2026 വിൽ ബി ജോയിൻലി ഹോസ്റ്റഡ് ബൈ 3 കൺട്രീസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് 2026 ഫിഫ വേൾഡ് കപ്പ് 3 കൺട്രീസിൽ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ? നമ്മുടെ മാക്ക് ആലോചിക്കുക, മെക്സിക്കോ, അതുപോലെ തന്നെ അമേരിക്ക, US, അതുപോലെ തന്നെ കാനഡ കേട്ടോ. അടുത്ത ചോദ്യം, 4ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വിന്നേഴ്സ്. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 4 കാലുള്ള നമ്മുടെ ആന അല്ലെ, ഹരിയാന. അപ്പം ഇതിന്റെ വെന്യൂ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഹരിയാന തന്നെയാണ്. വിന്നേഴ്സും ഹരിയാന തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ 2ാം സ്ഥാനമുള്ളത് മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനം വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര. ഓക്കെ, അടുത്ത ചോദ്യം, പ്രശസ്ത ക്രിക്കറ്റ് താരം മിതാലി രാജന്റെ ആത്മകഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഗാർഡഡ്. എന്താണ്? അൺഗാർഡഡ്. അപ്പോൾ റീസെന്റ് റിട്ടയർ ചെയ്തു കേട്ടോ മിതാലി രാജ്. അപ്പോൾ ആത്മകഥ ഏതാണ്? അൺഗാർഡഡ്. താലിയൊക്കെ നമുക്ക് ആലോചിക്കാം. സ്വർണ്ണത്തിന്റെ താലിയൊക്കെ നമ്മളിങ്ങനെ ഗാർഡ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വെക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാം. അൺഗാർഡഡ് കേട്ടോ. 44ാമത്തെ ഫിഡെ ചെസ് ഒളിമ്പ്യാഡ് 2022 വെന്യൂ എവിടെയാണ്? ചെന്നൈ ആണ്. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡ് 2022 വെന്യൂ എവിടെയാണ്? ചെന്നൈ അല്ലെ. ചെസ്സൊക്കെ കളിക്കാൻ നമ്മളിങ്ങനെ ചെന്നാൽ മതി അല്ലേ. അപ്പം നമ്മൾ തോറ്റ് തിരിച്ചു വരേണ്ടി വരും. അപ്പം അങ്ങനെ ചെസ് ചെന്നൈ. പിന്നെ അതിന്റെ മാസ്കറ്റ് എന്താ? തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരയാണ് അല്ലെ, തമ്പി ഹോഴ്സ്. കിട്ടിയോ? അപ്പം ഞാൻ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഫിഫ വേൾഡ് കപ്പ് 2026 വേദി എവിടേക്കാണ്? 3 രാജ്യങ്ങളിലാണ് നടക്കുന്നത്. മാക്ക് എന്ന് ആലോചിക്കുക. മെക്സിക്കോ, US, അതുപോലെ
അതുപോലെ തന്നെ കാനഡ. 4ാമത്തെ ഗെയിലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയാണ്, അത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഹരിയാനയാണ്. 2ാം സ്ഥാനം വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര. പിന്നെ മിതാലി രാജിന്റെ ആത്മകഥ അൺഗാർഡഡ്. പിന്നെ 44th ഫിഡെ ചെസ് ഒളിമ്പിയാഡ് 2022 വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ ആണ്. അതിന്റെ ഒഫീഷ്യൽ മാസ്കറ്റ് എന്താണ്? തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുതിര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021-2022 സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേതാക്കൾ ആരാണ്? കേരളമാണ് കേട്ടോ. കേരളം സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. 2021-2022 വിന്നേഴ്സ് ആണ് കേരളം. 7ാം തവണയാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി കിട്ടുന്നത് കേട്ടോ, ഒന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പോൾ ഒരു പോയിന്റ് മറക്കണ്ട, 7ാം തവണയാണ് കിട്ടുന്നത്. 2021-2022 വിന്നേഴ്സ് ആണ് കേരളം കേട്ടോ, സന്തോഷ് ട്രോഫി വിന്നേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 IBA വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വനിത ആരാണ്? നിക്കാത് സരിൻ ആണ് കേട്ടോ. ആരാണ്? നിക്കാത് സരിൻ. തെലങ്കാന സ്വദേശിനിയാണ് കേട്ടോ നിക്കാത് സരിൻ. നിഹാൽ സരിൻ അല്ല കേട്ടോ. നിഹാൽ സരിൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ള? ചെസ്സാണ്. ഇത് നിക്കാത് സരിൻ. അപ്പം നമ്മളിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ളതാണ് അല്ലെ, ബോക്സിംഗ് ആണ് ഈവന്റ്. ഏതാണ്? ബോക്സിംഗ്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ നിക്കാഹ് ഒക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ തല്ലൊക്കെ പിടിക്കില്ലേ അല്ലെ, ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ബോക്സിംഗുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, നിക്കാഹ് ഒക്കെ കഴിയുമ്പോൾ. അങ്ങനെ നിക്കാത് സരിൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ICC വുമൻസ് ക്രിക്കറ്റ് 2022 ജേതാക്കൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. അപ്പൊ മികച്ച ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മികച്ച രാജ്യങ്ങൾ ഒന്നാണ് ഓസ്ട്രേലിയ അല്ലെ. അപ്പൊ ഓർത്തു വെച്ചേക്കുക, ICC വുമൻസ് ക്രിക്കറ്റ് 2022 ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ ആണ്. അപ്പൊ നടന്നിട്ടുള്ള എവിടെയാ? വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ആണ്. എവിടെയാണ്? ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം നോക്കാം. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് കേട്ടോ. എവിടെയാണ്? ഓസ്ട്രേലിയ. ഇപ്പൊ 2022 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടന്നിട്ടുള്ളത്? ബിർമിംഗ്ഹാം അല്ലെ, ലണ്ടനിലെ ബിർമിംഗ്ഹാമിലാണ്. ഓക്കെ. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണക്ഷനൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്, കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇത് മറക്കണ്ട. ഓസ്ട്രേലിയ ഇപ്പൊ 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? ICC വുമൻസ് ക്രിക്കറ്റ് 2022 ചാമ്പ്യൻസ് ഓസ്ട്രേലിയ ആണ്. ഇനി വരാൻ പോകുന്ന 2026 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടക്കാൻ പോകുന്നത്? ഓസ്ട്രേലിയയിലാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഫിഫ വേൾഡ് കപ്പ് ഖത്തറിന്റെ ഒഫീഷ്യൽ ബോൾ, ആ ബോളിന്റെ പേര് എന്താണ്? അൽ റിഹലയാണ് കേട്ടോ. എന്താണ്? അൽ റിഹല. അഡിഡാസിന്റെ ആണ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ ഒഫീഷ്യൽ ബോൾ. ഏതാണ്? അൽ റിഹല. അതിന്റെ തന്നെ ഒഫീഷ്യൽ മാസ്കറ്റ്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒഫീഷ്യൽ മാസ്കറ്റ് എന്താണ്? ല ഈബ് ആണ് കേട്ടോ. ല ഈബ്, ഈദ് എന്നൊക്കെ പറയുന്ന പോലെ ഈബ് കേട്ടോ, ല ഈബ്. ഓക്കെ. അപ്പൊ മറക്കരുത്, ബോളാണ് അൽ റിഹല, ഒഫീഷ്യൽ മാസ്കറ്റ് ആണ് ല ഈബ് കേട്ടോ. പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. 2022 വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാണ്? നിക്കാത് സരിൻ അല്ലെ. അപ്പോൾ നിക്കാഹ് ഒക്കെ കഴിയുമ്പോൾ ബോക്സിംഗും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ICC വുമൻസ് ക്രിക്കറ്റ് 2022 ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്. അതിന്റെ വെന്യൂ നടന്നിട്ടുള്ളത് ന്യൂസിലാൻഡ് ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഇപ്പൊ 2022 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടന്നിരുന്നത്? ബിർമിംഗ്ഹാം ആണ്, ലണ്ടനിലെ. ഓക്കെ. ഓരോ 4 വർഷം കഴിയുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക അല്ലെ. ഇനി ഫിഫ വേൾഡ് കപ്പ് ഖത്തറിന്റെ ഒഫീഷ്യൽ ബോൾ ചോദിക്കുകയാണെങ്കിൽ അൽ റിഹലയാണ്. അഡിഡാസിന്റെ ഒഫീഷ്യൽ മാസ്കറ്റ് ചോദിക്കുകയാണെങ്കിൽ ല ഈബ്. ഇത്രയും ഓർമ്മയുണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് UAE, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് UAE 2021 ജേതാക്കൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചെൽസിയാണ്. ചെൽസി ക്ലബ്ബാണ് കേട്ടോ. ക്ലബിന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് UAE 2021 ചാമ്പ്യൻസ് ആരാണ്? ചെൽസിയാണ്. അപ്പൊ ക്ലബിലൊക്കെ ചെല്ലു, ക്ലബിൽ ചെല്ലു, ചെൽസി ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അരങ്ങേറ്റത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? സക്കിബുൾ ഗാനിയാണ് കേട്ടോ. ആരാണ്? സക്കിബുൾ ഗാനി. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ, ഏതാണ്? രഞ്ജി ട്രോഫിയിലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അരങ്ങേറ്റത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് സക്കിബുൾ ഗാനി. ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ട്രിപ്പിൾ സെഞ്ചുറി ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ഈ റെഡ് ബുൾ ഒക്കെ കുടിച്ചു എന്ന് ആലോചിക്കുക കേട്ടോ. റെഡ് ബുൾ ഒക്കെ കുടിച്ചു, നമ്മുടെ എനർജി ഡ്രിങ്കില്ലേ റെഡ് ബുൾ. അങ്ങനെ നമുക്ക് സക്കിബുൾ എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ, സക്കിബുൾ ഗാനി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2021 ജേതാക്കൾ ആരാണ്? വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കേട്ടോ. ആർക്കാ കിട്ടിയിട്ടില്ലേ? ഒരു വല്ലാത്തൊരു പേരാണ്, നോഡിർബെക് അബ്ഡുസട്രോവ്. ഓക്കെ. ഫ്രം ഉസ്ബെക്കിസ്ഥാൻ ആണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാൻ ആണ്. ഓക്കെ. റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെസ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മുടെ യോധ സിനിമയിനകത്ത് മോഹൻലാലും ജഗതിയും കൂടിയിട്ട് ചെസ് കളിക്കുന്ന ആ ഒരു സീനൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഈ യോധ സിനിമേനകത്ത് നമ്മുടെ അക്കുസോട്ടോ ഇല്ലേ, ആ ഒരു പേരായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാം. അക്കുസോട്ടോ, അബ്ഡുസട്രോവ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ
ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. 2021-2022 രഞ്ജി ട്രോഫി വിന്നേഴ്സ് ആരാണ്? മധ്യപ്രദേശാണ്. ആദ്യമായിട്ടാണ് മധ്യപ്രദേശിന് ഇതേപോലെ രഞ്ജി ട്രോഫി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2021-2022 രഞ്ജി ട്രോഫി വിന്നേഴ്സ് ആണ് മധ്യപ്രദേശ്. മദ്യമൊക്കെ വാങ്ങുന്നത് സഞ്ചിയിലാണെന്ന് ആലോചിക്കാം. രഞ്ജി ട്രോഫി വിന്നേഴ്സ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. ബാഡ്മിന്റൺ അണ്ടർ-19 പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ലോക 1-ാം നമ്പർ താരമായിട്ടുള്ള ഇന്ത്യൻ പെൺകുട്ടി ആരാണ്? തസ്നിം മിർ ആണ് കേട്ടോ. ഗുജറാത്താണ്. ഓക്കെ, തസ്നിം മിർ. ഓക്കെ, അപ്പോൾ ബാഡ്മിന്റൺ ആണ് ഇവന്റ്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക? ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാഡ് എന്നുള്ള വാക്ക് എടുക്കാം അല്ലേ? ഈ പഠനത്തിലൊക്കെ ബാഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, പോയിട്ട് ഹെഡ് മാസ്റ്ററിനൊക്കെ കണ്ടിട്ട് വരിക, ഹെഡ് സാറിനെയൊക്കെ കണ്ടിട്ട് വരിക എന്നൊക്കെ പറയും അല്ലെ? സാർ എന്ന് പറയുന്ന പോലെ മിർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. എസ് മാറിയിട്ട് MI എന്ന് ആലോചിക്കാം. തസ്നിം മിർ ആണ്. അതേപോലെ തന്നെ ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗിർ ഫോറസ്റ്റ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഗുജറാത്തിലല്ലേ? അപ്പം അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദ വേൾഡ് ഡെഫ് T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. വേൾഡ് ഡെഫ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത അല്ലെ? T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ NISH ആലോചിക്കാം. നിഷ് ഇല്ലേ? നിഷിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? നിഷ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഓക്കെ, സ്പീച്ചും ഹിയറിംഗിന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം. അതേപോലെ തന്നെ ഡെഫുമായിട്ടൊക്കെ ഒന്ന് ഓർത്തുകൂടെ? അപ്പോൾ ഇതിന്റെയും ഡെഫിന്റെ T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ 2023 വെന്യൂ ചോദിക്കുകയാണെങ്കിൽ അതും തിരുവനന്തപുരം കേട്ടോ. നിഷും പഠിച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ പ്രസ്റ്റീജിയസ് ഡയമണ്ട് ലീഗ് ആരാണ്? നീരജ് ചോപ്രയാണ് കേട്ടോ. നീരജ് ചോപ്ര. എത്രയായിരുന്നു ഡിസ്റ്റൻസ്? 88.44 മീറ്റേഴ്സ്. 88.44 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞ? വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2021 ചാമ്പ്യൻസ് ആരാണ്? അപ്പോൾ ചെക്ക് അല്ല, ബെക്ക്, നോർഡിർ ബെക്ക് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 2021-22 രഞ്ജി ട്രോഫി വിന്നേഴ്സ് രഞ്ജി, സഞ്ജി. അപ്പോൾ നമ്മുടെ മധ്യപ്രദേശ്. പിന്നെ ബാഡ്മിന്റൺ അണ്ടർ-19 പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ലോക 1-ാം നമ്പർ താരമായിട്ടുള്ള ഇന്ത്യൻ പെൺകുട്ടി. ബാഡ് ആയി കഴിഞ്ഞാൽ സാറിനെ കാണണം. മിർ എന്നുള്ളത് ആലോചിക്കുക. തസ്നിം മിർ ആണ്, ഗുജറാത്ത്. വേൾഡ് ഡെഫ് T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2023 വെന്യൂ തിരുവനന്തപുരത്താണ്. ഡെഫ് ആണ് അല്ല? അപ്പോൾ നിഷ ആലോചിക്കുക. അതേപോലെ തന്നെ തിരുവനന്തപുരം. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ പ്രസ്റ്റീജിയസ് ഡയമണ്ട് ലീഗ് ആരാണ്? നീരജ് ചോപ്ര. 88.44 മീറ്റർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 യോഗ്യത നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ ഫെൻസർ ആരാണ്? ഭവാനി ദേവിയാണ് കേട്ടോ. ഭവാനി ദേവി. അപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ദേവിയുടെ കയ്യിൽ ഇങ്ങനെ ശൂലൊക്കെ ഇല്ലേ? അതേപോലെ തന്നെ ഫെൻസിങ്ങിനൊക്കെ പറയുമ്പോൾ ഒരു കുന്തം പോലെയൊക്കെയല്ലേ ഇരിക്കുന്നത്? അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഭവാനി ദേവി. ടോക്കിയോ ഒളിമ്പിക്സ് 2020 വെയ്റ്റ് ലിഫ്റ്റിംഗ് 49 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ അത്ലറ്റ് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും. മീരാബായി ചാനു അല്ലെ? മീരാബായി ചാനു ആണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ചാക്കൊക്കെ എടുത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തെന്ന് ആലോചിക്കുക. ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. 49 കിലോഗ്രാം ആണ്. എത്രാം സ്ഥാനമായിരുന്നു? വെള്ളിയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 2024 പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെ സ്ലോഗൻ എന്താണെന്നാണ് ചോദ്യം. എന്താ സ്ലോഗൻ? ഗെയിംസ് വൈഡ് ഓപ്പൺ. എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. അപ്പോൾ 2024 പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെ സ്ലോഗൻ എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, 2024 എന്ന് പറയുമ്പോൾ നമുക്ക് 2ഉം 4ഉം കൂടി എടുക്കാം. ഓക്കെ, ഈ രണ്ട് ഇങ്ങനെ ഡബിൾ ആയി കഴിഞ്ഞാൽ 4 കിട്ടും അല്ലേ? അതായത് 2 കുറച്ച് വൈഡ് ആയി കഴിഞ്ഞാൽ, കുറച്ച് വലുതായി കഴിഞ്ഞാൽ, വൈഡ് ആയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ ആലോചിക്കണം. 4 കിട്ടും എന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്ക് വൈഡ് എന്നുള്ള ഒരു വാക്ക് കിട്ടും. വൈഡ് ഓപ്പൺ, ഗെയിംസ് വൈഡ് ഓപ്പൺ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കാം. ഈ ഒളിമ്പിക്സിന്റെ വേദികളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് കേട്ടോ. ടോപ്പിൽ ലോബി, നമ്മൾ മുകളിൽ ലോബി എന്നൊക്കെ പറയില്ല, അങ്ങനെ ടോപ്പിൽ ലോബി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് TO എന്ന് പറഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് 2020 അല്ലേ? ടോക്കിയോ. പിന്നെ 2024 വരുന്നത് എവിടെയാ? പാരീസ് ആണ്. ഓരോ 4 വർഷം കൂടുമ്പോഴല്ലേ? അപ്പോൾ പാരീസ്. പിന്നെ ലോബി ഉദ്ദേശിക്കുന്നത് ലോ വെച്ചിട്ടുള്ളത് ലോസ് ഏഞ്ചൽസ് ആണ്. അത് 2028 ബി ഉദ്ദേശിക്കുന്നത് ബ്രിസ്ബെയിൻ ആണ് കേട്ടോ. ബ്രിസ്ബെയിൻ ആണ്. ഓക്കെ, അത് 32 അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്ററിലും 200 മീറ്റർ ഓട്ടത്തിലും സ്വർണം നേടിയ ജമൈക്കയിൽ നിന്നുള്ള അത്ലറ്റ് ആരാണ്? എലൈൻ തോംസൺ ആണ് കേട്ടോ. എല്ല് പോലെ ആയതുകൊണ്ട് തന്നെ 100 മീറ്ററും 200 മീറ്ററിലൊക്കെ സ്വർണം കിട്ടി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ജമൈക്കയിൽ നിന്നുള്ള അത്ലറ്റ് ആണ് എലൈൻ തോംസൺ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 ആദ്യമായിട്ട് സ്കേറ്റ് ബോർഡിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് ആരാണ്? മൊമിജി നിഷിയാണ് കേട്ടോ. മൊമിജി നിഷിയ. ഓക്കെ, ടോക്കിയോ ഒളിമ്പിക്സ് 2020 ആദ്യമായിട്ട് സ്കേറ്റ് ബോർഡിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒളിമ്പിക്സിൽ പുതുതായിട്ട് ചേർത്തിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മൊമിജി നിഷിയ നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും യങ്ങസ്റ്റ്
ആയിട്ടുള്ള ഗോൾഡ് മെഡലിസ്റ്റും കൂടിയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക, മൊമിജി നിഷിയ. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് കേട്ടോ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ ചോദ്യം, ബഹിരാകാശ വകുപ്പിന്റെ കോർപ്പറേറ്റ് വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് NSIL, അതിന്റെ രണ്ടാമത്തെ ദൗത്യം ഏതാണ്? PSLV C-53. ഓക്കെ, ബഹിരാകാശ വകുപ്പിന്റെ കോർപ്പറേറ്റ് വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ദൗത്യമാണ് PSLV C-53. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യത്തെ ദൗത്യം ഏതാണെന്ന്. ഏതാദ്യത്തെ ദൗത്യം? PSLV C-51 ആണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാട്ടോ. അതിന് മുമ്പ് നമുക്ക് PSLV C-53 കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ C-53. അങ്ങനെ മൂന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ആദ്യത്തെ പോയിന്റ് പഠിക്കാം. 3 ഉപഗ്രഹങ്ങളാണ് ഈ PSLV ദൗത്യം ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 സിംഗപ്പൂരിനാണ് കേട്ടോ. ഏതൊക്കെയാ നമുക്ക് നോക്കാം. DSEO, അതുപോലെ തന്നെ ന്യൂസർ, സ്കൂബ് 1, അങ്ങനെ 3 ഉപഗ്രഹങ്ങളാണ് PSLV C-53 ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 53 ആണെങ്കിൽ ജസ്റ്റ് ആലോചിക്കുക, ഒരു +2 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ആ ദൗത്യം കറക്റ്റായിട്ട് വരും കേട്ടോ. 55th മിഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PSLV C-51 ആണ് ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം. ഈ വാണിജ്യ വിക്ഷേപണ ദൗത്യം? വാണിജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള രാജ്യങ്ങളുടെയൊക്കെ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കും കേട്ടോ. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത തുകയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അതാണ് വാണിജ്യ വിക്ഷേപണ ദൗത്യം. PSLV C-51 ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ്. പിന്നെ ഇത് വിക്ഷേപിച്ചിട്ടുള്ള ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഫെബ്രുവരി 28, 2021 കേട്ടോ. 2021 PSLV C-51, രണ്ടും ഒന്നാണ്, ഓർത്ത് വെച്ചേക്കുക. 2021 ആണ് കേട്ടോ. അതേപോലെ തന്നെ ബ്രസീൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ ഉപഗ്രഹമായിട്ടുള്ള ആമസോണിയ 1 ഉൾപ്പെടെ 19 ഉപഗ്രഹങ്ങളാണ് PSLV C-51 വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻക്ലൂഡിങ് ആമസോണിയാണ് 19 സാറ്റലൈറ്റ്സ് ഈ ഒരു PSLV C-51 വിക്ഷേപിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എത്രാമത്തെ ദൗത്യമായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു +2 ചെയ്യുക അല്ലേ. അപ്പോൾ 53ാമത്തെ ദൗത്യമാണ് കേട്ടോ. PSLVയുടെ 53ാമത്തെ ദൗത്യമാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനി വിക്ഷേപിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് കേട്ടോ. ഇതൊക്കെ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടൊന്ന് പറഞ്ഞു പോവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലാദ്യത്തെ തദ്ദേശീയ mRNA COVID-19 വാക്സിൻ ഏതാണ്? mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA അല്ലേ. COVID-19 വാക്സിൻ ഏതാണ്? ജനോവ mRNA വാക്സിൻ ആണ്. ജനോവ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ mRNA കോവിഡ് വാക്സിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചൊരു ഇന്നോവയിലൊക്കെ കൊണ്ടുപോകണം എന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ജനോവ, ഇന്നോവ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ജനോവ mRNA വാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ mRNA വാക്സിൻസ് ഒക്കെ 0 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചറിലായിരിക്കും സ്റ്റോർ ചെയ്യുക. പക്ഷേ ഈ ജനോവ mRNA വാക്സിൻ എന്ന് പറയുന്നത് ഒരു 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ mRNA COVID-19 വാക്സിൻ ഏതാണ്? ജനോവ mRNA വാക്സിൻ. ഓക്കെ, M സ്റ്റാൻഡ്സ് ഫോർ മെസ്സഞ്ചർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സ്ഥാപനമാണ് ബഹിരാകാശ സഞ്ചാരികൾക്കായിട്ട് ആൻറ്റി ഗ്രാവിറ്റി യോഗ സ്യൂട്ടുകൾ വികസിപ്പിച്ചെടുത്തത്? ഏത് സ്ഥാപനം? എയിംസ് ഡൽഹിയാണ് കേട്ടോ. എയിംസ് ഡൽഹിയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആസ്ട്രോനോട്ട്സിനെയൊക്കെ സ്പേസിൽ എത്തിച്ചിട്ട് യോഗയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ആസ്ട്രോനോട്ട്സിനൊക്കെ സ്പേസിൽ യോഗ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്യൂട്ടുകളൊക്കെ വികസിപ്പിച്ചെടുത്തു കേട്ടോ. യോഗ ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോക്സിൻ്റെ പേരെന്താണ്? ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് AI, അത് ബേസ്ഡ് ചാറ്റ് ബോക്സ് ഏതാണെന്നാണ്? ലാംഡ ആണ് കേട്ടോ. ലാംഡയുടെ ഫുൾ ഫോം എന്താ? ലാംഗ്വേജ്, പിന്നെ M ഫോർ മോഡൽ, പിന്നെ ഫോർ ഡയലോഗ് ആപ്ലിക്കേഷൻസ്. ലാംഗ്വേജ് മോഡൽ ഫോർ ഡയലോഗ് ആപ്ലിക്കേഷൻസ്. ഒന്ന് കേട്ടു പോവാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. ഒന്നും കൂടെ നമുക്കൊന്ന് വേഗം പറയാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ. ബഹിരാകാശ വകുപ്പിന്റെ കോർപ്പറേറ്റ് വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ദൗത്യമാണ് PSLV C-53. ആദ്യത്തെ ദൗത്യം PSLV C-51 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ mRNA COVID-19 വാക്സിൻ ജനോവ mRNA വാക്സിൻ ആണ്. അതേപോലെ തന്നെ ഏത് സ്ഥാപനമാണ് ബഹിരാകാശ സഞ്ചാരികൾക്കായിട്ട് ആന്റി ഗ്രാവിറ്റി യോഗ സ്യൂട്ടുകൾ വികസിപ്പിച്ചെടുത്തെന്ന് ചോദിക്കുകയാണെങ്കിൽ എയിംസ് ഡൽഹിയാണ്. ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോക്സ് ചോദിക്കുകയാണെങ്കിൽ ലാംഡ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇതാണ് ലാംഡ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27 വർഷത്തെ സേവനം അടുത്തിടെ അവസാനിപ്പിച്ചിട്ടുള്ള ബ്രൗസർ ഏതാ? എക്സ്പ്ലോറർ ആണ് അല്ലേ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നൊക്കെ അറിയപ്പെടുന്ന എക്സ്പ്ലോറർ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. 27 വർഷത്തെ സേവനം അടുത്തിടെ അവസാനിപ്പിച്ച ബ്രൗസർ ഏതാണ്? എക്സ്പ്ലോറർ.
അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ COVID-19 വാക്സിൻ ഫോർ ആനിമൽസ്, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ COVID-19 വാക്സിൻ ഏതാണെന്ന്? ഏതാ? എനോ കോവാക്സ് ആണ് കേട്ടോ. ആനിമൽസിന് വേണ്ടിയിട്ട് ആനിമൽസ് അങ്ങനെ ഒന്ന് ആലോചിക്കാമല്ലോ. എനോ കോവാക്സ് ആണ്. ഈ എനോ കോവാക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹരിയാനയിലാണ്. ഓക്കെ, ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ICAR നാഷണൽ റിസർച്ച് സെന്റർ ആണ് ഓൺ ഇക്വിനസ് ഇൻ ഹരിയാനയിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആനിമൽസ് എന്ന് പറയുമ്പോൾ ഒരു ആനയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ. ഹരിയാനയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്ത ദൗത്യത്തിന്റെ പേര് ഏതാ? ഡാവിൻസി മിഷൻ ആണ്. ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്ത ദൗത്യത്തിന്റെ പേരെന്താണ്? ഡാവിൻസി മിഷൻ. അപ്പോൾ ഡാവിൻസിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞുതരാം. ഡീപ് അറ്റ്മോസ്ഫിയർ വീനസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോബിൾ ഗ്യാസസ് കേട്ടോ. നോബിൾ ഗ്യാസസ് കെമിസ്ട്രി ആൻഡ് ഇമേജിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഡാവിൻസി മിഷൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന്റെ പേര് ഏതാ? ശുക്രയാൻ 1 ഓക്കെ, അപ്പോൾ തമ്മിൽ മാറിപ്പോകണ്ട. ഇത് ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യത്തിന്റെ പേരാണ് ഡാവിൻസി മിഷൻ. ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ശുക്രയാൻ 1. അപ്പോൾ 27 വർഷത്തെ സേവനം നടത്തിയിട്ട് അവസാനിപ്പിച്ചുള്ള ബ്രൗസർ ഏതാ? എക്സ്പ്ലോറർ അല്ലേ. ഇന്ത്യസ് ഫസ്റ്റ് COVID-19 വാക്സിൻ ഫോർ ആനിമൽസ് ഏതാ? എനോ കോവാക്സ്. എവിടെ നിർമ്മിച്ചിട്ടുള്ളത്? ഹരിയാനയിലാണ്. ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഡാവിൻസി മിഷൻ. ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന്റെ പേരെന്താ? ശുക്രയാൻ 1. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എവിടെയാണ്? അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഉത്തരം കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ആലോചിക്കട്ടെ. അപ്പോൾ ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിക്വിഡായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ലിക്വിഡ് മിറർ ടെലസ്കോപ്പ്, ഇന്ത്യയിലായിട്ട് ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് ഇടാൻ ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി പുറത്തുവിട്ട ആദ്യ ചിത്രത്തിന് നൽകിയിട്ടുള്ള പേരെന്താണ്? സ്മാക്സ് 0723 ആണ് കേട്ടോ. എന്താണ്? സ്മാക്സ് 0723. ഓക്കെ, അപ്പോൾ ആ ചിത്രമൊക്കെ നമ്മളൊരു സ്പെക്സ് വെച്ചിട്ടൊക്കെയാണ് നോക്കിയെന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഏതാണ്? സ്മാക്സ് ആണ്. സ്മാക്സ് 0723. 0723 ആലോചിക്കാൻ വേണ്ടിയിട്ട് 0123 എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു 7 ഇട്ട് കൊടുക്കുക. 1 പോലെയല്ലേ 7 വരുന്നത്. അപ്പോൾ 0723. ഓക്കെ, ഇനി ഇതിന്റെ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2021 ഡിസംബർ 25 കേട്ടോ. ക്രിസ്മസിന്റെ അന്നാണ് 2021 ഡിസംബർ 25 കേട്ടോ. ഇനി ESA, അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കാനഡിയൻ സ്പേസ് ഏജൻസി, ഇതാണ് CSA എന്നിവയുടെ പങ്കാളിത്തത്തോടെ നാസ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിച്ചു. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ. അപ്പോൾ ഏതൊക്കെയാണ്? ESA ഉണ്ട്, CSA ഉണ്ട്. ESA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി, പിന്നെ CSA എന്ന് പറഞ്ഞാൽ കാനഡിയൻ സ്പേസ് ഏജൻസി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പെക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സ്പെക്സ് എന്നൊക്കെ പറഞ്ഞ കന്നഡ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കാമല്ലോ. കാനഡിയൻ അങ്ങനെയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ സ്മാക്സ് 0723 മറക്കണ്ട. അടുത്ത ചോദ്യം നോക്കാം. ISROയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ NSIL അല്ലേ, അതിന്റെ ആദ്യ കരാർ ഉപഗ്രഹ ദൗത്യം ഏതായിരുന്നു? ആദ്യ കരാർ ഉപഗ്രഹ ദൗത്യം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ ജിസാറ്റ് 24. ജിസാറ്റ് 24 വാർത്താവിനിമയ ഉപഗ്രഹമാണ് കേട്ടോ. വാർത്താവിനിമയ ഉപഗ്രഹം ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ കരാർ ഉപഗ്രഹം അല്ലേ. അപ്പം നമ്മൾ ഈ കരാറൊക്കെ ഒപ്പിടുന്ന സമയത്ത് ഇരുന്നുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഒപ്പിടുക അല്ലെ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുന്നുകൊണ്ടായിരിക്കും. അപ്പോൾ സിറ്റ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള സാറ്റ് ആരോഗ്യം ജിസാറ്റ് ആണ് കേട്ടോ. ജിസാറ്റ് 24 വാർത്തയാണ്. അപ്പോൾ ന്യൂസ് 24 മണിക്കൂറും ന്യൂസ് 24 hours ന്യൂസ് ചാനലൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ജിസാറ്റ് 24 വാർത്താവിനിമയ ഉപഗ്രഹം എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഫ്രഞ്ച് ഗയാനയിലെ യൂറോപ്യൻ സ്പേസ് പോർട്ടിൽ നിന്നായിരുന്നു ഇതിന്റെ വിക്ഷേപണം. ഓക്കെ, അപ്പോൾ പോയിന്റ് ഒന്നുകൂടെ പറയാം. ISROയുടെ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ കരാർ ഉപഗ്രഹ ദൗത്യം ഏതായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ജിസാറ്റ് 24 വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ വാസയോഗ്യമായിട്ടുള്ള ഗ്രഹതിരച്ചിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ചൈനയാണ് കേട്ടോ. ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ വാസയോഗ്യമായിട്ടുള്ള ഗ്രഹതിരച്ചിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച മണ്ണിൽ ശാസ്ത്രജ്ഞർ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഇത് മനുഷ്യ ചരിത്രത്തിലെ ആദ്യ ചരിത്രമാണ്. ഏത് ചെടിയാണ് ശാസ്ത്രജ്ഞർ വളർത്തിയത്? ആ ചെടിയുടെ പേരാണ് അറബിഡോപ്സിസ്. ഒരു കടുകിൻ്റെ ഒക്കെ ഒരു വർഗത്തിൽ പെടുന്നതാണ് കേട്ടോ അറബിഡോപ്സിസ്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് അറബികളാണ് ഈ പറഞ്ഞിട്ടുള്ള സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അറബിഡോപ്സിസ് ആണ് കേട്ടോ, അറബിഡോപ്സിസ്. ഓക്കെ, അതേപോലെ തന്നെ അപ്പോളോ 11, 12, 17 മിഷൻസിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾസിലാണ് ഈ ഒരു ചെടി നട്ടുപിടിപ്പിച്ചത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണേ. ചോദ്യം നോക്കാം. ഡിസംബർ 12, 2024 കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച സംവിധാനത്തിന്റെ പേരെന്താണ്? എന്താ? ആംബർ അലേർട്ട് ആണ് കേട്ടോ. എന്താണ് ആംബർ അലേർട്ട്? ആംബർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു കളറാണല്ലേ, ഒരു റെഡിഷ് യെല്ലോ പോലത്തെ ഒരു കളറാണ് ആംബർ എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഡേഞ്ചർ സിഗ്നലൊക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കളറല്ലേ നമ്മുടെ റെഡ് കളർ പോലെ. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. ആംബർ അലേർട്ട് കേട്ടോ. ഡിസംബർ 12, 2024 കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താൻ ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് ആംബർ അലേർട്ട്. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ സമുദ്ര ദൗത്യം ഏതാ? സമുദ്രയാൻ മിഷൻ അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ സമുദ്ര ദൗത്യമാണ് സമുദ്രയാൻ മിഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? 200 crores സമുദ്രയാൻ മിഷനാണ്. അതിൽ 3 ആൾക്കാരെയാണ് മത്സ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേടകത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 6000 meters ഡെപ്തിലാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുക്കളെ കുറിച്ചുള്ള പഠനം ഒക്കെയാണ് ഇതിനകത്തുള്ള ലക്ഷ്യം എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ജെൻഡർ ന്യൂട്രൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഏതാണെന്ന്. പാപ്പിലോമ വൈറസ് വാക്സിൻ ഏതാണ്? ഗാർഡസിൽ ആണ് കേട്ടോ. ഗാർഡസിൽ 9. ഇന്ത്യയുടെ ഫസ്റ്റ് ജെൻഡർ ന്യൂട്രൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏതാണ്? വൈറസ് വാക്സിൻ ഏതാണ്? ഗാർഡസിൽ 9 ആണ്. അപ്പം ഇതിനെതിരെയൊക്കെ ഒരു ഗാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, ഒന്നൊരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഗാർഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗാർഡസിൽ 9 ആണ് കേട്ടോ. അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് MSD ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയാണെന്നൊക്കെ പറഞ്ഞൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. MSD ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാൻലെ ഇൻ ലഡാക്കിലാണ് കേട്ടോ. എവിടെയാണ്? ലഡാക്ക്. അപ്പോൾ ഡാർക്ക് അല്ലെ, ലഡാക്കിലാണ്. എന്താ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറഞ്ഞാൽ? അതായത് അവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് പൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആസ്ട്രോണമിയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയുടെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് ലഡാക്ക്, ഹാൻലെ ഇൻ ലഡാക്ക്. അതേപോലെ തന്നെ ചങ്താങ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് കേട്ടോ. എവിടെയാണ്? ചങ്താങ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഹാൻലെയിലാണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാർക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോവില്ല, ചങ്ങാതിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവാം. അങ്ങനെ നമുക്ക് ചങ്താങ്, ഒരു താങ് വേണം അല്ലേ, ഡാർക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ചങ്താങ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ് ലഡാക്കിൽ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ICMR ഒമിക്രോൺ ടെസ്റ്റിംഗ് കിറ്റിന് അംഗീകാരം നൽകി. എന്തായിരുന്നു അതിന്റെ പേര്? ഒമിക്രോൺ ടെസ്റ്റിംഗ് കിറ്റിന്റെ പേര് എന്താ? ഒമിഷുവർ അല്ലേ. അപ്പം ഒമിക്രോൺ ഉണ്ടോ നമുക്ക് ഷുവർ ആയിട്ട് അറിയാൻ പറ്റും. ഒമിഷുവർ ഡെവലപ്ഡ് ബൈ ടാറ്റ ആണ്. ഡെവലപ്പ് ബൈ ടാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളൊന്ന് വേഗം മനസ്സിലാക്കിക്കൊണ്ടെന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ ജെൻഡർ ന്യൂട്രൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഏതാ? ഗാർഡസിൽ അല്ലെ. ഗാർഡസിൽ 9. ഇന്ത്യയുടെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണ്? ലഡാക്കിലാണ്. ഹാൻലെ ഇൻ ലഡാക്ക്. ആ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ പേരെന്തായിരുന്നു? ചാങ്തങ് അല്ലെ. ചാങ്തങ് വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇനി ഒമിക്രോൺ ടെസ്റ്റിംഗ് കിറ്റിന്റെ പേരെന്തായിരുന്നു? ഒമിഷുവർ ആണ് അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് കൃത്രിമ സൂര്യനെ വികസിപ്പിച്ചെടുത്തത്? ഏത് രാജ്യ? ചൈനക്കാരാണ് കേട്ടോ. ചൈനയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൂര്യനകത്ത് നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് അല്ലെ. ഫ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ചെറിയ ന്യൂക്ലിയസ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ആണ് സൂര്യനകത്ത് നടക്കുന്നത്. ഇനി ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് HLTM ടൊക്കോമാക് റിയാക്ടർ ആണ്. HLTM ടൊക്കോമാക് റിയാക്ടർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ സൂര്യൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴല്ലോ ഒരുപാട് നമ്മൾ ഈ സൂര്യപ്രകാശമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ അൾട്രാവയലറ്റ് റേഡിയേഷനും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മുടെ ത്വക്കിന് അത്ര നല്ലതല്ലെന്ന് ആലോചിക്കുക. ടൊക്കാമാക് റിയാക്ടർ ആണ് കേട്ടോ. ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ സൂര്യനെ വികസിപ്പിച്ചെടുത്തത് ചൈനയിലാണ്. ഏത് റിയാക്ടറാണ്? HL2M ടൊക്കോമാക് റിയാക്ടർ. അടുത്ത ചോദ്യം. ജനിതക മാറ്റം വരുത്തിയ പന്നിയിൽ നിന്ന് ആർക്കാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ഡേവിഡ് ബെനറ്റിനാണ് കേട്ടോ. ജനിതക മാറ്റം വരുത്തിയ പന്നിയിൽ നിന്ന് ആർക്കാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ഡേവിഡ് ബെനറ്റ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് USA-ലായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഗഗൻയാൻ ഹ്യൂമൻ ബഹിരാകാശ ദൗത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യവാഹന റോക്കറ്റിന് കരുത്ത് പകരാൻ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിൻ ISRO അടുത്തിടെ പരീക്ഷിച്ചു. ഈ എഞ്ചിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പേര്? വികാസ് എഞ്ചിൻ എന്നാണ് കേട്ടോ. വികാസ് എഞ്ചിനാണ്. അപ്പം ഗഗൻയാൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 2022 ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഗഗൻയാൻ പദ്ധതി അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം വിട്ടിട്ടുള്ള റോബോട്ടിന്റെ പേരെന്താ? വ്യോമമിത്രയാണ് അല്ലേ. അപ്പോൾ വ്യോമമിത്ര വികസിപ്പിക്കുന്ന സ്ഥാപനം ഏതാ? ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ്, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ എത്രാം സ്ഥാനത്തായിരിക്കും? ഗഗൻയാൻ പദ്ധതിയിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ 4ാം സ്ഥാനം. അപ്പോൾ ആദ്യത്തെ 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, അമേരിക്ക, ചൈന. അപ്പൊ നമുക്കറിയാം ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ബഹിരാകാശം എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് അല്ലെ. അപ്പൊ ഇന്ത്യക്കാരൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്ന് വികസിക്കുന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. വികാസ് എഞ്ചിൻ ആണ്. ഏതാണ്? വികാസ് എഞ്ചിൻ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഏത് സ്ഥാപനമാണ് പരംപ്രവേഗ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചത്?
ഏത് സ്ഥാപന? IISc ബാംഗ്ലൂരാണ്. ഏത് സ്ഥാപനമാണ്? പരംപ്രവേഗ. പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഈ ട്രാഫിക് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ അല്ലെങ്കിൽ അത്ര വെലോസിറ്റിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പരംപ്രവേഗ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് IISc ബാംഗ്ലൂരാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സുകൾ പറയാം. പരമ്പൊരുൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് തിരുച്ചിറാപ്പള്ളിയാണ്. NIT തിരുച്ചിറാപ്പള്ളിയിലാണ് കേട്ടോ. പൊരുൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു തമിഴ് ചോവയല്ലേ, അപ്പം അങ്ങനെ നമുക്ക് NIT തിരുച്ചിറാപ്പള്ളിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. പരമാനന്ദ IIT ഗാന്ധിനഗറാണ് കേട്ടോ. ഗാന്ധിനഗറാണ് പരമാനന്ദ. പരംഗംഗ IIT റൂർക്ക് ആണ്. ഓക്കെ, പരംഗംഗ IIT റൂർക്ക്. അടുത്ത ചോദ്യം നോക്കാം. EOS-04 ഉപഗ്രഹം വിക്ഷേപിക്കാൻ ISRO ഉപയോഗിച്ചുള്ള ബഹിരാകാശ വാഹനം ഏതാണ്? ആൻസർ PSLV-C 52 ആണ്. PSLV-C 52. EOS എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് കേട്ടോ. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് റിസാറ്റ് എന്ന് പറയുന്നത്. റിസാറ്റ് എന്ന് പറഞ്ഞാൽ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്. ഓക്കെ, അത് മെയിനായിട്ട് ഈ ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാ വെതർ കണ്ടീഷൻസിലും നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് 2022 ISROയുടെ ആദ്യ വിക്ഷേപണമാണ് EOS-04 അല്ലെങ്കിൽ റിസാറ്റ് 1 എന്ന് പറയുന്നത്. 2022 PSLV-C 52. ആ 2ഉം 2ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C 52 ആണ്. എന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്? ഫെബ്രുവരി 14, വാലന്റൈൻസ് ഡേയുടെ അന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓർക്കാലോ. അപ്പം EOS-04ന്റെ മറ്റു പേര് ഓർത്ത് വയ്ക്കുക, റിസാറ്റ് 1 എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ ആസാദി സാറ്റ് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള സ്കൂൾ ഏതാണ്? ISROയുടെ ആസാദി സാറ്റ് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള സ്കൂൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറിയം ഇൻ മലപ്പുറമാണ്. ഒരു ചെറിയ സ്കൂളാണെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. മലപ്പുറമാണ്. മലപ്പുറം ISROയുടെ ഇപ്പോൾ ഒരു മലയുടെ മുകളിലാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. മലപ്പുറമാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് ഏതാ? വിക്രം 1 ആണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റാണ് വിക്രം 1 അല്ലേ. നമ്മുടെ വിക്രം സാരാഭായ് ഒക്കെ ഒന്ന് ഓർത്താൽ മതി. വിക്രം 1 ഡെവലപ്പ് ബൈ സ്കൈ റൂട്ട് എയറോസ്പേസ് ലിമിറ്റഡ് ഹൈദരാബാദ്. അപ്പോൾ സ്കൈ റൂട്ട്, അപ്പോൾ നമുക്ക് സ്കൈ ആയിട്ട് കണക്ട് ചെയ്യാലോ. സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് അല്ലേ, ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശം, ആകാശം, സ്കൈ റൂട്ട് എയറോസ്പേസ് ലിമിറ്റഡ് ആണ്. ഹൈദരാബാദ് ആണ് കേട്ടോ. സ്കൈ ഒക്കെ നല്ല ഹൈറ്റിലല്ലേ, അപ്പോൾ ഹൈദരാബാദ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിൻ്റെ റെക്കോർഡ് ഏത് കമ്പനിക്കാണ്? സ്പേസ് എക്സിനാണ്. ഏതിനാണ്? സ്പേസ് എക്സ്. എല്ലാവർക്കും അറിയായിരിക്കും സ്പേസ് എക്സ് ആണ്. അപ്പോൾ 143 സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചത് കേട്ടോ. എത്ര സാറ്റലൈറ്റ്സ് ആണ്? 143 സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിക്ഷേപണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിൻ്റെ റെക്കോർഡ് ഏത് കമ്പനിക്കാണ്? സ്പേസ് എക്സ് ആണ്. 143 സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വേഗം പറയട്ടെ. ISROയുടെ ആസാദി സാറ്റ് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുള്ള സ്കൂൾ ഏതാണ്? ഒരു ചെറിയ സ്കൂൾ ആലോചിക്കാം. ചെറിയം ഇൻ മലപ്പുറം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് ഏതാ? വിക്രം 1 അല്ലേ. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സ്കൈ റൂട്ട് എയറോസ്പേസ് ലിമിറ്റഡ് ആണ്. ഹൈദരാബാദ് ആണ്. ഒരു വിക്ഷേപണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിൻ്റെ റെക്കോർഡ് ഏത് കമ്പനിക്കാണ്? സ്പേസ് എക്സിനാണ്. 143 സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഏത് സ്ഥാപനമാണ് വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചെടുത്തത്? ഏത് സ്ഥാപന? ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരം. ഞാൻ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവ് അല്ലേ. അപ്പോൾ ISRO's ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല രീതിയിലിരുന്ന് പഠിക്കുക കേട്ടോ. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഇന്ന് രാത്രി ഇടാം. ഒരു ക്ലാസ്സൊക്കെ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.